ഈ അടുത്ത് വൈറലായൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. ഇത് വെറുതെ ഇല്ല വൈറലായത്, ഇപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത്ര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. സാധാരണ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്, അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതിട്ടു, ഇഞ്ചി പേസ്റ്റ് അതിട്ടിട്ട്, പിന്നെ നമ്മളെ എന്താ പറയുക, ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. അതൊരു അത്യാവശ്യം ഒരു 10 അല്ലിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചതച്ചിട്ടിട്ടു. ഇനിയിപ്പം ഉള്ളി നന്നാക്കാൻ ഭയങ്കര മടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് സവാളയും ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഉള്ളി തന്നെയാണ് നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിക്കണമെന്ന് വെച്ചാൽ പുളിവെള്ളം ഇല്ലേ, നമ്മൾ സാധാരണ ചമ്മന്തി കരയ്ക്കുന്ന പുളീൻ്റെ വെള്ളം ഒഴിച്ചു. നല്ലോണം പിഴിഞ്ഞിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലൊരു ഉരുളെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടോ. ഇതൊക്കെ നമ്മളെ മീനിനനുസരിച്ചിരിക്കും, എത്ര മീൻ നമ്മൾ ഉപയോഗിക്കേണ്ടതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കിലോ മീനാണ് എടുക്കണത്. നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എണ്ണ തെളിയുന്നൊരു പരിപാടിയുണ്ടല്ലോ. എന്നിട്ട് അപ്പോൾ വേണം നമ്മൾ മീൻ ഇടാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മീൻ നമ്മൾ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന് നല്ലോണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം ആ ഗ്രേവി ഉണ്ടാവും. ആ മസാല ഇങ്ങനെ കിടക്കും ഇഷ്ടം പോലെ. ആ മസാല ഇട്ടിട്ട് നമുക്ക് ചോറ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ മീനൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ മസാല ഇല്ല അതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി, കാരണം അപ്പുറം മസാല ഉണ്ടാവുമല്ലോ. ഇതിനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് നമ്മൾ സാധാരണ പോലെ. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ചെറിയുള്ളി, അതാണ് ഈ ചെറിയുള്ളി തന്നെ ഇടണം എന്നുള്ളത്. ആ ചെറിയുള്ളിയും ഈ മീനും ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നിട്ട് അവസാനം ആ ഒരു മുരിഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അപാര ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതിപ്പോൾ കണ്ടോ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒന്നങ്ങനെ ആയി വന്നു. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അടച്ച് വേവിക്കാം, മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരമൊക്കെ ഒന്ന് അടച്ച് വേവിക്കുകയും ചെയ്യാം. ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. ഉണ്ട് അതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങി. എന്നിട്ട് ഞാൻ ഇത് ഒന്നും കൂടി മറച്ചിട്ട് കൊടുത്തു. ആദ്യം നമ്മൾ ഒരു വശമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മൾ ആദ്യം തന്നെ മറച്ചിട്ട് കൊടുത്തായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഒരു വശം വെന്ത് നിൽക്കാൻ മുരിഞ്ഞ സമയത്ത് നമ്മൾ അടുത്ത വശം മറിച്ചിട്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മളിത് മറ്റേ വശം ഒന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നിൽക്കണം. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളിച്ചെടുക്കുന്ന പോലെ കേട്ടോ, ഫുള്ള് മുരിഞ്ഞ്, സാധാരണ നമ്മൾ വറുക്കുമ്പോൾ മുരിഞ്ഞെടുക്കണ കാര്യമൊന്നും ഉണ്ടാവില്ല. രണ്ടും ഒരു മിക്സാണ്, അതായത് അത്യാവശ്യം മുരിയും ചെയ്യും, എന്നാൽ ഒരു പൊള്ളിച്ച പോലെ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ എടുത്ത മീൻ എന്ന് പറഞ്ഞാൽ പ്രാഞ്ഞിൽ എന്ന് പറഞ്ഞ മീൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മീൻ മേടിക്കണം, അങ്ങനത്തെ ഒരു മീനാണ് ഇത്. ഞാൻ മുന്നേ മറ്റേ വിളമീനും ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഏത് മീനും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു കറിയൊന്നും ഇല്ലാത്ത ദിവസമാണ്, മീൻ മാത്രമേ ഉള്ളെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് പിന്നെ കറിയൊന്നും വേണ്ട, കാരണം ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടാവും കണ്ടോ. ചട്ടിയിൽ കാണാം, ഈ മീൻ എടുത്ത് കഴിയുമ്പോഴും ഇഷ്ടംപോലെ ആ ഗ്രേവി ഉണ്ടാവും. ആ ഗ്രേവി കൂട്ടി നമുക്ക് സുഖമായിട്ട് ചോറിന് ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പുളി പറഞ്ഞ് ഞാൻ ഉപ്പിട്ട കാര്യം പറഞ്ഞില്ല കേട്ടോ, ഉപ്പിട്ടണേ അല്ല, ഉപ്പ് പിന്നെ ഇടാണ്ടൊക്കില്ലല്ലോ എല്ലാവരും. വീഡിയോയിൽ കണ്ടില്ല അതാണ് ഉപ്പിട്ടത്. ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും കൂടി ഒന്ന് മുരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിപ്പോൾ മുരിഞ്ഞൊന്ന് വരുന്നേ ഉള്ളൂ കണ്ടോ. സൈഡിൽ ഇങ്ങനെ കാണാം നമുക്ക് ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് മീനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ട്രൈറ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.